ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഫരിസേയെ കുറ്റം പറയുന്നതാണ്. ഈശോ കുറ്റം പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ബാഹ്യമായ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ട് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരികമായ കാര്യങ്ങൾ അവർ അവഗണിച്ച് കളയുന്നു എന്നുള്ളതാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ പുറംമോടി ഭംഗിയാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഉള്ള് അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പുറമേ കാണുന്ന നിയമങ്ങൾ, പുറമേ കാണുന്ന ഓരോ പരിപാടികൾ, ഇതിനെല്ലാം നിങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവയെ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് അവഗണിച്ച് കളയുന്നു എന്നുള്ളതായിരുന്നു ഫരിസേയരെ കുറിച്ചുള്ള ഈശോയുടെ കുറ്റം. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തില് അവർ ആന്തരികമായിട്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളില് അവർ വെറുപ്പും വിദ്വേഷവും എല്ലാം കൊണ്ടു നടന്നിട്ട് പുറമെ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന വളരെ ഡീസന്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് അവർ ഭാവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരെ കുറിച്ചുള്ള ഈശോയുടെ വിഷമം. ഇന്നത്തെ ലേഖനഭാഗത്തിലെ പത്രോസിനെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാതരം ദുഷ്ടതകളും വെറുപ്പും കാപട്യവും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പത്രോസിനെ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങളുടെ ഉള്ള് നിങ്ങൾ ക്ലീൻ ആക്കും, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശുദ്ധിയാക്കും. പുറമേ നമ്മൾ എത്രമാത്രം മനോഹരമായിട്ട് കാണപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെരുപ്പം മുതൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ വരെ എല്ലാം വളരെ ടിപ്പ് ടോപ്പ് ആക്കിയിട്ട് കൊണ്ടു നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, നമ്മുടെ ആഭരണങ്ങളായിക്കോട്ടെ, നമ്മൾ ധരിക്കുന്ന മറ്റു കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളായിക്കോട്ടെ, ഇതെല്ലാം വളരെ വൃത്തിയുള്ളതാകാനായിട്ട് അല്ലെങ്കിൽ വളരെ ടിപ്പ് ടോപ്പ് ആക്കാൻ നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾ ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളും കൂടി, നിങ്ങളുടെ ഹൃദയവും കൂടി നിങ്ങൾ ക്ലീൻ ആക്കി സൂക്ഷിക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ ഹൃദയവും വിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്